വിജയകുമാർ, ഇനി 10 മണിക്ക് അധിക സമയമില്ല. അവിടെ ചിതയൊരുങ്ങുന്നുണ്ട്, ഔദ്യോഗിക ക്രമീകരണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. മലയാളിയുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഭൂമിയിൽ നിന്ന് മടങ്ങാൻ ഇനി അധികം സമയമില്ല. വിജയകുമാർ, ഹാഷ്മി, അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളുടെ കൂടെ ഇനി ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ പുരോഗമിക്കുന്നുണ്ട്. ചിതയൊരുങ്ങുന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടല്ലോ. പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഈ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. ആളുകളുടെ തുടർച്ചയായുള്ള ഒരു ഒഴുക്ക് അത് നിലയ്ക്കുന്നില്ല. രാവിലെ നമ്മൾ ഇവിടെ ഏതാണ്ട് ഒരു 6:30 എത്തിയതാണ്. ആ സമയം മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് വ്യത്യസ്ത മേഖലകളിൽ, ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, പൊതുപ്രവർത്തകർ, അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുപ്രവർത്തകരൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ശ്രീനിവാസനെ അവസാനമായി കാണണം എന്ന ആഗ്രഹമുള്ള നാടിൻ്റെ നാനാഭാഗത്തു നിന്നും, ഇപ്പോൾ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നിന്നുള്ളവർ, കേരളത്തിന് പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ ശ്രീനിവാസനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒട്ടുമിക്ക നേതാക്കളുമായും വളരെ അടുത്ത വ്യക്തിബന്ധം ശ്രീനിവാസനുണ്ടായിരുന്നു. വരുന്നവർക്കൊക്കെ അദ്ദേഹവുമായുള്ള എന്തെങ്കിലും ഓർമ്മകളും പങ്കുവെക്കാനുണ്ട്. അദ്ദേഹത്തെ കാണാൻ വരുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹവുമായുള്ള സൗഹൃദ നിമിഷങ്ങളും പങ്കുവയ്ക്കാനുള്ള ചില ഓർമ്മകളുമൊക്കെ ഇവർക്കെല്ലാവർക്കും ഉണ്ട്. അതൊക്കെ പങ്കുവെച്ചിട്ടാണ് എല്ലാവരും ഇവിടെ നിന്നും മടങ്ങുകയും ചെയ്യുന്നത്. ഈ വിയോഗ വാർത്ത ഇന്നലെ ഏതാണ്ട് ഈ സമയമാകുമ്പോഴേക്കൊക്കെയാണ് കേരളം അറിഞ്ഞത്. ഒരു 24 മണിക്കൂറാകുന്നു. പക്ഷേ ഇപ്പോഴും അതിനോട് പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഈ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ വിയോഗം അങ്ങനെ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നു. സത്യൻ അന്തിക്കാട് ഇന്ന് രാവിലെ വീണ്ടും ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ടൗൺ ഹാളിൽ നമ്മൾ ഏറെ നേരം അദ്ദേഹത്തിൻ്റെ ഹൃദയവേദനയോടെയുള്ള ആ കാത്തിരിപ്പ് നമ്മളവിടെ കണ്ടതാണ്. അങ്ങനെ വരുന്ന എത്രയോ ആളുകൾ ഈ സമയം വരെയും ഈ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കണ്ണൂരിലെ പാട്യം, ആ ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് 2-3 വലിയ ബസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബന്ധുക്കൾ ഉൾപ്പെടെ, ആ നാട്ടിലുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, വളരെ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് തൊഴിലാളികൾ ഉൾപ്പെടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ പലകുറി അത്തരം കാഴ്ചകൾ, ഈ വിലാപയാത്ര ടൗൺ ഹാളിലേക്ക് പോകുമ്പോഴും ടൗൺ ഹാളിൽ നിന്ന് മടങ്ങി വരുമ്പോഴും അത്തരം കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. ഈ ചുമട്ടുതൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഉൾപ്പെടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ വഴിയരികിൽ കാത്തു നിൽക്കുന്നത്, റീത്തുകളും പൂച്ചെണ്ടുകളും ഒക്കെ ഈ വഴിയരികിൽ കാത്തു നിൽക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഏതെങ്കിലും ഒരു ചലച്ചിത്ര പ്രവർത്തകന് ആ നിലയിലൊക്കെയുള്ള വലിയ പരിഗണന കേരളത്തിലെ തൊഴിലാളി വർഗമൊക്കെ നൽകുന്നത് നമ്മൾ ഒരുപക്ഷെ അങ്ങനെയൊന്നും അത്തരമൊരു കാഴ്ചകൾ വളരെ അപൂർവമാണ്. ഈ ഏതെങ്കിലും ഒരു താര പദവിയുടെ ഒന്നും അടിസ്ഥാനത്തിലുള്ള സ്നേഹവായ്പായിരുന്നില്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നും പകർത്തിയ ഏടുകൾ സിനിമകളിൽ, അഭ്രപാളികളിൽ അവർ കണ്ടതാണ്. അപ്പോൾ അതിലെ കഥാപാത്രങ്ങളും അദ്ദേഹം എഴുതിയ തിരക്കഥകളും കഥകളും ഒക്കെ യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ തന്നെ ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി, അശ്രുപൂജകൾ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പോലീസ് സേനാംഗങ്ങൾ അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകാൻ തയ്യാറെടുത്ത് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അത് ചില മണിക്കൂറുകളോ ചിലപ്പോൾ ഒരു 11 മണി വരെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ആളുകൾ എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കുറച്ച് ചിലപ്പോൾ നീട്ടേണ്ടി വരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളുമൊക്കെ അറിയിക്കുന്നത്. ഇപ്പോഴും ഈ വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്മിത, ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.